ബസ്സിലെ ലൈംഗിക അതിക്രമണ ആരോപണം പുറത്തു വന്ന ഉടൻ തന്നെ അല്ലെങ്കിൽ പുറത്തു വന്നതിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ഷിംജിതയാണെന്നുള്ള വാർത്ത ആദ്യമേ തന്നെ പുറത്തു വന്നത്, അല്ലെങ്കിൽ ആ വീഡിയോ പുറത്തു വന്ന സമയം മുതൽ ഷിംജിതയുടെ പേര് വലിയ തരത്തിൽ വിമർശനങ്ങൾ വഴിവെച്ചിരുന്നു. അങ്ങനെ ദീപകിന്റെ മരണശേഷം ഷിംജിതയുടെ പേരിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണമെന്നുള്ള വലിയ തരത്തിലുള്ള ആവശ്യമുണ്ടായി, പ്രതിഷേധമുണ്ടായി. ഒടുവിൽ BNS 108 വകുപ്പ് പ്രകാരം ഷിംജിതയുടെ പേരിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുകയും ഇതറിഞ്ഞ ഷിംജിത ഒളിവിൽ പോവുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഏറ്റവും സുപ്രധാനമായ വിവരം പുറത്തു വരുന്നു, ഷിംജിത അറസ്റ്റിലായിരിക്കുന്നു. ഏറെ നാളത്തെ വിവാദങ്ങൾക്കും വിഷയങ്ങൾക്കും ശേഷം ഇപ്പോഴത്തെ ഷിംജിത അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഷിംജിതയെ വടകരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഷിംജിതയെ മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നമ്മളിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഷിംജിത മുസ്തഫ എന്ന ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ലീഗിന്റെ കൗൺസിലറായിരുന്ന 2020-25 കാലഘട്ടത്തിൽ ലീഗിന്റെ കൗൺസിലറായിരുന്ന യുവതി സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് യുവാവിന്റെ ജീവിതം കളഞ്ഞു അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉയർന്നു വരുന്ന പ്രധാന ആരോപണം. ഇവിടെ കോഴിക്കോട് നിന്നും ഉള്ള ബസ്സിൽ വെള്ളിയാഴ്ച ഇവർ ബസ്സിൽ യാത്ര ചെയ്യുക. ആ ബസ്സിൽ വെച്ച് ദീപക് എന്ന യുവാവ് ഇവർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ആരോപിച്ചത്. അതിന് പിന്നാലെ അവർ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ വലിയ തരത്തിൽ പ്രചാരം നേടുകയും വലിയ തരത്തിൽ വൈറലാക്കുകയും ചെയ്തു. തുടർന്ന് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായി അവർ വീണ്ടും വന്നിരുന്നു. അതിൽ പറയുന്നത് ഇയാളുടെ മുഖം എല്ലാവരും കാണണം, എല്ലാവരും വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും അടക്കം ഇയാളുടെ മുഖം കാണണം, ഇയാളുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ അതിലിട്ടിരുന്നു. അതും വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. പിന്നീട് ആ വീഡിയോ കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്ത ഉടൻ തന്നെ നാം കണ്ടതാണ് ദീപകിന്റെ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുന്നത്. എൻ്റെ വാവ എന്ന് വിളിച്ച് കരയുന്ന ആ കരച്ചിൽ ഓരോ മലയാളിയുടെ നെഞ്ചത്ത് ഇടുത്തി പോലെയാണ് വീണത്. അങ്ങനെ ഷിംജിതയ്ക്ക് നേരെ വലിയ തരത്തിലുള്ള അമർഷമുണ്ടായി, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. സ്ത്രീകളടക്കമുള്ളവർ ഷിംജിതയ്ക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വലിയ തരത്തിൽ ആദ്യം തന്നെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഷിംജിതയ്ക്കെതിരെ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഷിംജിത തന്റെ അക്കൗണ്ടുകളെല്ലാം പൂട്ടിക്കെട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ ഇവർ ഒളിവിൽ പോവുകയും ചെയ്തു. ഇവർ ആദ്യമേ തന്നെ ഇവർ പറയുന്നതിൽ തന്നെ പരസ്പര വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കുകൾ തന്നെ വ്യത്യാസങ്ങൾ പലതുമുണ്ട്. കാരണം ഇവർ പറയുന്നത്, എൻ്റെ തൊട്ടടുത്ത് നിന്ന യുവതിക്ക് അവരുടെ ബിഹേവിയറിൽ വ്യത്യാസം കണ്ടപ്പോൾ, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ടപ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. ആ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിട്ടും അദ്ദേഹം അല്ലെങ്കിൽ അയാൾ എന്നോട് മോശമായി പെരുമാറുന്നത് വീഡിയോ ദൃശ്യങ്ങളുണ്ടെന്ന്. എന്നാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ആക്ഷനെ അത് സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അത് മനഃപൂർവ്വം ഉണ്ടായതല്ല, അദ്ദേഹം ബാഗ് കൈകൊണ്ട് പിടിച്ചപ്പോൾ അറിയാതെ തട്ടുന്നതാണെന്ന് ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള വ്യാകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, വലിയ തരത്തിലാണ് ഷിംജിതയ്ക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായത്. ഈ വിമർശനങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇവർ ചെയ്ത് അതിന് യാതൊരു മറുപടിയും പറയാതെ അവർ പറയുന്നത്, ഞാൻ അന്ന്, അതായത് അതേ സമയത്ത് ആ ബസ്സിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞാൻ ഉടൻ തന്നെ ബഹളം വെച്ചെന്നും ഈ ദീപക് ഇറങ്ങി ഓടിയെന്നുമാണ് ഇവർ ആദ്യം പ്രചരിപ്പിച്ചെങ്കിൽ പിന്നീട് അത് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇവർക്കെതിരെ തെളിവായി ആ ബസ്സിലെ ജീവനക്കാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ബസ്സിലെ CCTV ക്ലിപ്പിംഗ്സുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിന് ജീവനക്കാരടക്കമുള്ളവർ പറഞ്ഞത്, അങ്ങനെ ഞങ്ങളുടെ ബസ്സിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല, ഒരാളും ദീപകിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബസ്സിലെ ജീവനക്കാർ തന്നെ പറയുന്നത്. മാത്രമല്ല, ഷിംജിത പറഞ്ഞതിലെ പ്രധാന വ്യതിയാനം എന്ന് പറയുന്നത്, അവിടെ അത്രയും തിരക്കുള്ള ബസ്സിൽ അറിയാതെ പോലും മുട്ടാനുള്ള സാഹചര്യം ഒട്ടനവധിയാണ്. എന്നാൽ അതിനെപ്പോലും മനഃപൂർവ്വം മുട്ടിച്ചതാണെന്ന് ഇവർ വരുത്തിയെത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായി ഷിംജിതയ്ക്ക് നേരെ വന്ന ആക്ഷേപം വന്നത്. ഇവിടെ ബസ്സിലെ ജീവനക്കാർ അടക്കം പറയുന്നത്, ഞങ്ങളോട് ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോലീസിൽ ഇതുമായി പരാതി പോയിട്ടില്ല. അങ്ങനെ ഒരു പരാതി നൽകാതെ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിൽ മനംതൊന്ന് ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും അതിനെതിരെ വലിയ തരത്തിൽ മെൻസ് കമ്മീഷൻ അടക്കമുള്ളവർ, അല്ലെങ്കിൽ മെൻസ് കൂട്ടായ്മ അടക്കമുള്ളവർ വന്ന് ദീപകിന് പിന്തുണ എത്തുകയും, ദീപകിന് പിന്തുണ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ മെൻസ് കൂട്ടായ്മ എന്ന് മാത്രമല്ല ഉണ്ടാകുന്നത്, ഇത് കൂടാതെ കേരളത്തിലെ നാനാഭാഗത്തു നിന്നും ദീപകിന് അനുകൂലമായി സംസാരിക്കുന്ന ഒട്ടനവധി പേർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ മരണത്തിന് ശേഷവും ദീപകിനെ അനുകൂലിച്ച് നിരവധി പേർ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഒരാൾ പോലും ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായി. ഒടുവിലാണ് ഇവർ ഒളിവിൽ പോകുന്നത്. ദീപകിന്റെ കുടുംബമടക്കം പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായെന്നുള്ള ആരോപണം ഉയർന്നു വരികയും ഒടുവിൽ BNS വകുപ്പിലെ 108 വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഈ കേസെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവർ ഒളിവിൽ പോവുകയും വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നു. ഇവർ ഇനി വിദേശത്ത് പോയോ എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. വാർത്താ ചാനലുകൾ അടക്കമുള്ളവർ ഇവർ വിദേശത്തേക്ക് മുങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ പറയുന്ന സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ വാർത്തകൾ പടച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായെങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും നിർണായകമായി വരുന്ന അടിസ്ഥാനത്തിൽ, വിവരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്,
ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവരെ മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു. ഉറപ്പായും ഇവർക്കെതിരെ എടുത്തിട്ടുള്ള നോൺ വൈലബിൾ കേസാണ്, ജാമ്യമില്ലാ പ്രകാരമുള്ള കേസാണ് ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഉറപ്പായും ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഇവരെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോവുകയും പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല അതിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ ഓരോ തെളിവുകളും കോടതിയിൽ ഹാജരാവുകയും ഇവർക്ക് ഇനി അഴിക്കുള്ളിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ഇവിടെ നമുക്കറിയാം പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോകൾ നാം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇത് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏത് വിധേന ട്രെൻഡാവാൻ വേണ്ടി ക്ലിക്ക് ബൈറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിരവധി പേർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിലെ ഏറ്റവും അവസാനത്തെ ഇരയായി ദീപക് മാറട്ടെ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ കമൻറ്റുകളും എല്ലാം ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ, അതായത് ഏത് വിധേനയും എങ്ങനെയും വൈറലാകുക എന്നുള്ളതാണ് പലരുടെയും ലക്ഷ്യമെന്നുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുക, ആരെയും മോശക്കാരെ ചിത്രീകരിക്കുക, ആർക്കെതിരെയും മോശം പറയുക, എന്തും വിളിച്ചു പറയുക എന്നുള്ള തരത്തിലേക്ക് സോഷ്യൽ മീഡിയ മാറുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രെൻഡ് മാറുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതിലിപ്പോഴാ അവസാനത്തെ ഇരയായി മാറിയിരിക്കുന്നത് ദീപക് എന്ന 42-കാരനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ അത്താണിമായിരുന്ന ആ കുടുംബത്തിൻ്റെ ഏറ്റവും വിളക്കായിരുന്ന ഒരാൾ ഇപ്പോഴിതാ അണഞ്ഞിരിക്കുന്നു. ആ ജീവന് ആര് മറുപടി പറയുമെന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഉയർന്നു വരുന്നത്. ഇവിടെ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാനും ഒരു ഭാഗമുണ്ട് എന്നുള്ളതുകൂടി നാം ഇവിടെ ഓർക്കണം. ഷിംജിത ചെയ്തത് ശരിയാണ്, ഷിംജിത ചെയ്തതാണ് ശരി. ഷിംജിതയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ അതിക്രമം ഉണ്ടായി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുമ്പോഴും അത് ചെറിയ വിഭാഗമാണെങ്കിൽ പോലും അതും ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സ്ത്രീകളായതുകൊണ്ട് മാത്രം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പുരുഷനായതുകൊണ്ട് എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് പറയുന്ന മറുഭാഗവും ഉണ്ടാകുന്ന അവസ്ഥ നമുക്കിവിടെ ഉണ്ടാകുമ്പോഴും ഇവിടെ ഷിംജിതയുടെ ഭാഗത്താണ് തെറ്റെന്ന് ഭൂരിഭാഗം പേരും പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ദീപകിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു തെറ്റും അതിൽ കണ്ടെത്താൻ പോലും കഴിയില്ല. പക്ഷെ അപ്പോഴും ആരോപണത്തിൽ അവർ ഉറച്ചു. ഷിംജിത ഉറപ്പിച്ച് തന്നെ പറയുന്നു എനിക്കെതിരെ അതിക്രമം ഉണ്ടായി എന്നുള്ളത്. അതുകൊണ്ടാണ് താൻ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും അതുകൊണ്ടാണ് താനത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ആ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലാകുന്നത് അതിൽ മനഃപൂർവ്വമായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ അത്രയും സ്ഥലമുള്ളപ്പോഴും ഇവർ ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഷിംജിത ഇപ്പോഴിതാ അറസ്റ്റിലായിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇവർ ഒളിവിൽ പോകുന്നു, അല്ലെങ്കിൽ ഒളിവിൽ പോയ സാഹചര്യം ഉണ്ടാകുന്നു, പോലീസ് നിഷ്ക്രിയത്വം പാലിച്ച സമയം ഉണ്ടാകുന്നു, പോലീസ് നടപടി എടുക്കാതിരുന്ന സമയം ഉണ്ടാകുന്നു. അങ്ങനെ ഒടുവിൽ ദീപകിന്റെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുകൂടാതെ ഒട്ടനവധി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ നിരവധി പരാതികളുടെ കൂമ്പാരമാണ് പോലീസ് ആസ്ഥാനത്തേക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയത്. ഒടുവിൽ ദീപകിന്റെ അച്ഛനും അമ്മയും അടക്കമുള്ളവർ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും അതിലാണ് BNS വകുപ്പിലെ 108-ാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിത മുസ്തഫയെ ഇപ്പോഴത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.